ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂർ, അതിൻ്റെ വളരെ വിശദമായ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഈ വരുന്ന 2024 ഒക്ടോബർ 15 പുറപ്പെടുന്നത്. ഏകദേശം 10 ദിവസം 9 ദിവസം അവിടെ തന്നെ ഉണ്ടാകും. ഒരു ദിവസം പോകുന്നതും വരുന്നതും കൂട്ടിയാൽ 10-11 ദിവസം നിങ്ങൾ കാണണം. 9 ദിവസം പക്ക, ഇറങ്ങുന്ന ദിവസം കയറുന്ന ദിവസം കൂടെ 10 ദിവസം 9 ദിവസം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം ഒരു ലോങ് പീരീഡ് ടൂറാണ്. സാധാരണ പോലെ 5-6 ദിവസം ആ ടൗണിലൊന്ന് കൊണ്ട് കാണിച്ച് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ടൂറല്ല, വളരെ പ്രൊഫഷണലായി പ്ലാൻ ചെയ്തൊരു ടൂറാണ്. ഇത് കയറുന്നത് കൊച്ചിയിൽ നിന്ന് കയറാം നിങ്ങൾക്ക്, അതല്ല കോഴിക്കോട് നിന്ന് കയറാം, അതല്ല ഗൾഫിൽ ആളുകൾ പ്രവാസികൾക്ക് അവിടുന്ന് നേരിട്ട് കോങ്ജോ എന്ന് പറയുന്ന എയർപോർട്ടിലെത്താം. അതിൻ്റെ വിശദവിവരം ഞങ്ങളുടെ ടൂർ ഗൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഡീറ്റെയിൽ അങ്ങനെ വേണമെങ്കിൽ. ടിക്കറ്റ് ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഓരോരുത്തരും പല GCC രാജ്യങ്ങളെ പ്രവാസികൾ ധാരാളം കൂടെ വരാ എന്ന് പറഞ്ഞതുകൊണ്ട് ടിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. വിസ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് അടിച്ചു തരും. ഗൾഫിലുള്ളവർ വിദേശത്തുള്ളവർ അവിടെ നിന്ന് തന്നെ വിസ അടിക്കാം. ഇവിടുന്ന് വരുന്നവർ കൊച്ചിയിൽ നിന്ന് കയറാം, കോഴിക്കോട്ട് നിന്ന് കയറാം. മലേഷ്യൻ എയർലൈൻസ് എടുത്താൽ ഇപ്പം വലിയ പ്രൈസൊന്നുമില്ല, ഇപ്പോഴേ നേരത്തെ ബുക്ക് ചെയ്താൽ നല്ല പ്രൈസിന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മലേഷ്യ വഴി വരാം. ഇനി എയർ ഏഷ്യ കൊച്ചിയിൽ നിന്നും കയറിയാൽ എയർ ഏഷ്യ വഴി ബഡ്ജറ്റഡ് എയർലൈൻസ് ഉണ്ട്. കോങ്ജോ എന്ന വിമാനത്താവളത്തിലേക്ക് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ശ്രീലങ്കൻ എയർലൈൻസ് എടുത്തു കഴിഞ്ഞാൽ കൊച്ചി, കൊളംബോ ടു കോങ്ജോ അങ്ങനെ എടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലൈറ്റ് എടുക്കാം. ലഗേജ് ഉള്ളതും ഇല്ലാത്തതും ഭക്ഷണമുള്ളതും ഇല്ലാത്തതും ഉണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കോങ്ജോ എന്ന് പറയുന്ന ഷെൻജൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോങ്കോങ്ങിനോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് കോങ്ജോ. അവിടെയാണ് എല്ലാ വർഷവും കാൻഡൻ ഫെയർ ഉണ്ടാവുക. കാൻഡൻ എന്ന് പറയുന്ന ഒരു പട്ടണം തന്നെയാണ്. അതിന് കാൻഡണി, മാൻഡണി ഇങ്ങനെ 2 വിഭാഗമാണല്ലോ ചൈനയിലുള്ളത്. അപ്പോൾ കാൻഡണി എന്ന് പറയുന്നതാണ് കോങ്ജോ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഈ കാൻഡൻ ഫെയർ. ഏകദേശം 2004 മുതൽ ഞാൻ നിരന്തരം പോകുന്ന ഒരാളാണ്. എൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും ഫാമിലി ടൂറായിട്ടും ബിസിനസ് ടൂറായിട്ടും നിരന്തരം പല തവണ 20 കൊല്ലക്കാലമായി ഈ ചൈനയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ട് പല ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, പല റോ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാണ്. അതാണ് എൻ്റെ ഈ ഒരു ടൂർ പാക്കേജിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ ഒരു പരിചയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ്, ഓപ്പണായിട്ട്. അപ്പോൾ ഒക്ടോബർ 15 ആദ്യത്തെ ബാച്ച് പുറപ്പെടുന്നുണ്ട്. ആദ്യ ബാച്ചിൽ കുറേ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യ ബാച്ചിനുള്ള ഓഫറുകളാണ് ഇനി പറയും ഞാൻ. ഓക്കെ, ഒക്ടോബർ 15 തുടങ്ങിയാൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 6 ദിവസം അങ്ങനെ ആയിട്ട് 2 ഫേസുകളായിട്ടാണ് അവിടെ കാൻഡൻ ഫെയർ നടക്കുന്നത്. 2 ഫേസിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കുക, ഒന്നിൽ മാത്രം മതിയെങ്കിൽ ഒന്നിൽ മാത്രം പങ്കെടുക്കുക. നല്ലൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എപ്പോഴാണ് കാൻഡൻ ഫെയറിൽ പോകേണ്ടത്, തിരക്കൊഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്, എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓടി അങ്ങോട്ട് ചെന്നാൽ പറ്റില്ല, ലോക ജനത കൂടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരു പ്ലാൻ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, ഞങ്ങളുടെ ഈ ഒരു 10 ദിവസത്തെ പാക്കേജിൽ അപ്പുറം നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ ഹെൽപ്പും അവിടെ ചെയ്തു തരാം. ഹോട്ടൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ ആ പണം കൊടുത്താൽ മതി. നിങ്ങൾക്ക് വല്ല ഗൈഡിനെയോ മറ്റോ ആവശ്യമെങ്കിൽ അതും അവിടെ അറേഞ്ച് ചെയ്ത് തരാൻ ആളുണ്ട്. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ. കാരണം ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ, നിങ്ങളാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. ലാസ്റ്റ് കൂടുതൽ ആളുകളുമായി ഞാൻ പോയത് 2019 പോയത്. 2 ട്രിപ്പ് 2019 തന്നെ 40 ആളുകളെ വെച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ കൊറോണ വന്നതുകൊണ്ടാണ് അതിലെ ഭൂരിഭാഗം ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരൊക്കെ നിരന്തരം അതിനുശേഷവും ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത്തരം ലാസ്റ്റ് ഒരു 2019 കഴിഞ്ഞിട്ട് കോവിഡായി. കോവിഡിന് ശേഷം പിന്നെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് കാൻഡൻ ഫെയറിൽ ഞാൻ പിന്നീട് പങ്കെടുക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കാൻഡൻ ഫെയറിൽ ഇപ്പോൾ 2 മാസം മുന്നേ പോയി പുതിയ ചൈനയെ കണ്ടും പഠിച്ചു. 2019 2024 തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് അറിയാൻ തന്നെ പോയി ഹോട്ടലിനെ കുറിച്ച് പഠിച്ചു, അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും എങ്ങനെയാണ് എൻട്രി, എവിടെയാണ് താമസിക്കേണ്ടത്, ഏതാണ് ബസ് വേണ്ടത്, എല്ലാം പഠിക്കാൻ വേണ്ടി ഇപ്പോൾ 2 മാസം മുന്നേ പോയി നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിനായിട്ട് പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെ കൊണ്ടുപോകണം. അതല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞാൻ കണ്ണുമടച്ച് ടൂർ പാക്കേജ് നടത്തിയിട്ടില്ല ഇന്ന് വരെ. അത് ബിസിനസ് ടൂർ ആയാലും ഫാമിലി ടൂർ ആയാലും ശരി, ഞാൻ പോയി ആ രാജ്യത്ത് ആ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടാതെ ഇന്ന് വരെ ഞാൻ ഇതൊരു ബിസിനസ് ആക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. നമുക്ക് ആ ആളുകളെയൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ മലയാളികളുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം റെഡി. ഹോട്ടൽ റൂം, അപ്പാർട്ട്മെൻറ്റ് എല്ലാം ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എനിക്കവിടെ സഹായിക്കാൻ ഇഷ്ടം പോലെ അവിടെ ആളുകളുണ്ട്. കാരണം 20 കൊല്ലമായില്ലേ, ചൈനക്കാരും മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. നമ്മൾ
നിരന്തരം ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പൈസ അയച്ചു കൊടുക്കും ചൈനയിൽ നിന്നും, ചൈനക്കാരനാണ് അത് അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അയക്കുന്നത്. അത്രയും എനിക്ക് അവനെ വിശ്വാസമാണ്. അത് വേണ്ട, ആ വിശ്വാസം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഓരോ കമ്പനിനെ പരിചയപ്പെടുത്തരും, ഏതാണ് ഫേക്ക് ഏതാണ് എന്നൊക്കെ ഏറെക്കുറെ നമുക്ക് ഒരു ധാരണയിലെത്താൻ പറ്റും, 100% കഴിഞ്ഞില്ലെങ്കിലും. ഓക്കെ, ഈ ട്രിപ്പിൽ ഞാനും ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മകനും എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി അടുത്ത തലമുറ പഠിച്ച് വളരട്ടെ, നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ മക്കളെ കൊണ്ടുവരട്ടോ. ഒരു ബിസിനസ് ചൈനയുമായിട്ട് ഒരു ബിസിനസ്, ചൈനയുമായി ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചൈനനെ ഉപേക്ഷിച്ച് ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കും. അതിനും പഠിക്കാനാണ് നമ്മൾ പോണത്. ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അഭ്യസിക്കണം എന്ന് ഒരു ഖുർആാനൊരു വചനമുണ്ട്. ഖുർആനാണോ ഇനി ഹദീസാണെന്ന് അറിയില്ല. എനിവേ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യാസിക്കണം എന്ന് പറഞ്ഞ പോലെ മക്കളുമായിട്ട് പോകണം, എന്നിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങണം. ഈ ചൈനനെ പോലെ നമുക്കും ആകണം. അതിനാണ് ഈ യാത്ര. ഓക്കെ, വെറും അവിടുന്ന് ഒരു സാധനം കൊണ്ടുവന്ന് വിൽക്കൽ മാത്രമല്ല എൻ്റെ ലക്ഷ്യം. അതാണ് ഞാൻ മക്കളുമായിട്ട് പോകുന്നത്. എൻ്റെ മോനും ഡിഗ്രി കഴിഞ്ഞെത്തി, എൻ്റെ സിനാൻ ജാവേദും കൂടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു മലയാളി കോർഡിനേറ്റർ ഓൾറെഡി ഇപ്പോൾ അവിടെ ഉണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നും പോകുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട്. കൂടാതെ അവിടുത്തെ ഒരു ഒഫീഷ്യൽ ഗൈഡ് വേറെയും. അങ്ങനെ 4 പേരാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ടൂറിൻ്റെ ഈ 40 അംഗ സംഘത്തെ നയിക്കുന്നത്. ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾക്ക് ഓരോ ട്രാൻസ്ലേറ്റർ വേണം. അങ്ങനെ ചില ആൾക്കാർക്ക് വേണ്ടി വരും. അവിടെ എത്തുമ്പോൾ അവരുടെ ബിസിനസ് പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത സ്വകാര്യ ബിസിനസ് ഉണ്ടാകും. അല്ലെങ്കിൽ അതെ, അത് മറ്റൊരാൾ അറിയാൻ പാടില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു പാക്കേജിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് അടിക്കാം. അങ്ങനെ വേണമെങ്കിൽ കേട്ടോ. പൈസയൊന്നും റീഫണ്ട് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തനിയെ ഒരു ഗൈഡിന് വേണമെങ്കിൽ ആ ഗൈഡിൻ്റെ ചാർജ് നിങ്ങൾ കൊടുക്കുക സ്വകാര്യമായിട്ട്. ഞങ്ങളോട് മൊത്തം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു തരും, എല്ലാവരും കേൾക്കും. അത് വേണ്ട എങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും വേണ്ട, ചില ദിവസങ്ങളിൽ അങ്ങനെ സ്വകാര്യമായിട്ട് യാത്ര പോകേണ്ടി വരും. അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2019 അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്, മലയാളികളായ. അവരിപ്പോൾ 2-3 കൊല്ലമായിട്ട് ചൈനീസ് ഭാഷ പഠിച്ച്, അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ജോലി അവരെടുക്കും. ബാക്കിയൊക്കെ അവർ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ ഉണ്ട്, ചൈനയിലുള്ള നിരന്തരം സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കുന്ന അദ്ദേഹവും നിങ്ങളെ ഈ വിഷയത്തിൽ സഹായിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഗൈഡ് വേണമെങ്കിൽ പോലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇഷ്ടം പോലെ മലയാളി സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഭാഷ ഒന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ആ മലയാളിയെയും കൊണ്ട് യാത്ര ചെയ്യാമെന്നർത്ഥം. അങ്ങനെ വേണ്ടി വന്നാൽ അതിന് ചാർജബിളാണ്. അങ്ങനെ ഇൻഡിവിജ്വൽ വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് 4 ആളുകളെ കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഇനി പിന്നെ ചൈനയിലെ ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ചൈന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. നായയും പട്ടിയും പൂച്ചയും പാമ്പും പെരിച്ചായും തവളയും നീർക്കോലിയും പല്ലിയും എന്തൊക്കെയാണ് അവിടെ പൊരിച്ച് വെക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് തിന്നാൻ പറ്റുമോ എനിക്കറിയില്ല. പറ്റുന്നവരുണ്ടെങ്കിൽ കഴിച്ചോളി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യൻ, കേരള ആൻഡ് അറേബ്യൻ ഒരു മിക്സഡ് ഭക്ഷണം, ചിലപ്പോൾ കേരള ഭക്ഷണം, ചിലപ്പോൾ ഒരു ഓൾ ഇന്ത്യ ഭക്ഷണം, ചിലപ്പോൾ ഒരു അറേബ്യൻ ഭക്ഷണം, അങ്ങനെ വ്യത്യസ്ത ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഈ പാക്കേജിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 നേരമായിരിക്കും, വിശദമായി പിന്നെ പറഞ്ഞുതരും. രാവിലെയും വൈകിട്ടും. ഉച്ചയ്ക്ക് ചിലപ്പം എവിടെയെങ്കിലൊക്കെ ആയിരിക്കും നമ്മൾ വല്ല ജ്യൂസോ ഫ്രൂട്ടോ എന്തെങ്കിലും നിങ്ങൾ അപ്പന മേടിച്ച് കഴിക്കുക. കാരണം അതിനു വേണ്ടി ഒരു ബസ് എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നഷ്ടപ്പെടും. ഉച്ചയ്ക്ക് ഒരിക്കലും നിങ്ങൾ പാക്കേജിലെ ഭക്ഷണം കഴിക്കരുത്, കാരണം അത്രയും സമയം നഷ്ടപ്പെടും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാം, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ യാത്ര എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക. അതിന് കുറച്ച് ചില്ലറ പൈസകളെ കയ്യിൽ വെച്ചാൽ മതി. ലോക്കൽ കറൻസി, പിന്നെ റിമംബി പറയും, RMB, UN എന്നൊക്കെ പറയും. അത് കുറച്ച് കറൻസി, അതൊക്കെ ടൂർ കോർഡിനേറ്റർ വിശദമായി നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ ഉടനെ അറിയിച്ചു തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് മീറ്റ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാ ബിസിനസ്സുകാരെയും ഒരുമിച്ച് കൂട്ടി. ഞാൻ ഏകദേശം ഈ മേഖലയിൽ 10-25-30 വർഷക്കാലമായി ബിസിനസ് തുടങ്ങിയിട്ട് എൻ്റെ കുറേ പരിചയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഇൻട്രാക്ട് ചെയ്യുക, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കുക. അതുപോലെ ഒരു പുതിയ സ്റ്റാർട്ടപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ചെയ്യണം, പാർട്ട്നേഴ്സിനെ കൂടിയിട്ടാകുമ്പോൾ എന്ത് ചെയ്യണം, നിലവിലെ ബിസിനസ് വലുതാക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം, എവിടെ നിന്നാണ് ഒരു DPR കിട്ടുക, എന്താണ് ഇതിൻ്റെ ലൈസൻസ്, എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെ ഒരു മാനുഫാക്ചർ ആവുക, ഇങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ സത്യത്തിലൊരു ബിസിനസ് പ്രോഗ്രാമാണ്. ഇതൊരു ബിസിനസ് ട്രാവലിംഗ് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ബിസിനസ് ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. തീർച്ചയായിട്ടും അത്തരം ഒരുപാട് ആളുകളുടെ ഐഡിയ നിങ്ങൾക്കും കിട്ടും. എൻ്റെ ഒരു 10-30 കൊല്ലത്തെ പരിചയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് മീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ യാത്രയിൽ. എപ്പോഴാണോ അതിൻ്റെ സന്ദർഭം അനുസരിച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയം കിട്ടും, എന്തായാലും ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ 1, 2, 3 ഉണ്ടാകും, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകും. ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നതനുസരിച്ച് വീണ്ടും ബിസിനസ് മീറ്റ് ഞാൻ സംഘടിപ്പിക്കാറുണ്ട് ആ യാത്രയിലൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട്
തിരിച്ചെത്തിയാൽ നിങ്ങൾക്കൊരു ആഫ്റ്റർ സപ്പോർട്ട് എന്നുള്ള നിലക്ക് ഈ ആളുകളെയൊക്കെ കൂടി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിലൂടെ നിങ്ങൾക്ക് സംശയം ചോദിക്കാനും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും ബിസിനസ്സിനെ കുറിച്ചും അടുത്ത യാത്രയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഒരു ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിലനിർത്തും. മിനിമം ഒരു മാസം സപ്പോർട്ട് കേട്ടോ. ചിലപ്പോൾ അത് കൂടാം, കുറഞ്ഞതൊരു മാസം ഞാനുണ്ടാവും അതിൻ്റെ അഡ്മിനായിട്ടും അല്ലെങ്കിലും ഞാനുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം യാത്ര കഴിഞ്ഞാലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നർത്ഥം. കാരണം ഞാൻ പക്ക ഒരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും ഞാനൊരു ബിസിനസ്സുകാരനാണ്. പക്ഷേ എൻ്റെ ഒരുപാട് CSR പ്രോജക്റ്റും പ്രോഗ്രാമും ഇപ്പോൾ ഉണ്ട്. കുറേ കാര്യം ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം ബിസിനസ്സിനെ ഒന്ന് ഗൈഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്തെടുക്കാനും എനിക്ക് താല്പര്യമാണ്. നിങ്ങളുടെ എന്ത് ഉൽപ്പന്നം, എന്ത് പ്രോഡക്റ്റ്, എന്ത് കോൺസെപ്റ്റ് സർവീസ് ആവട്ടെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞാനും കൂടെ നിൽക്കാം ഒരു മാസക്കാലം. അതൊരു ചെറിയ കാലമല്ല. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സമയം പറയും, ആ സമയത്ത് ഞാൻ വരും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. അല്ലാതെ 24 hour ഞാൻ ഓപ്പൺ ആക്കി ഇടില്ല. ഡെയിലി ഒരു അരമണിക്കൂർ കിട്ടിയാൽ അര ടു 1 hour വരെ ഞാനിപ്പോൾ സാധാരണ അങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം നിങ്ങൾക്കും കിട്ടും. പിന്നെ കാൻഡർ ഫെയറിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അതുണ്ടാവുക. ആ കാൻഡർ ഫെയറിൻ്റെ ലാസ്റ്റ് ഡേ നിങ്ങൾ ഗൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ കളക്ട് ചെയ്യുക. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പുറത്തെ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യും. അങ്ങനെ സാമ്പിൾ വാങ്ങാനുള്ള ഒരു അവസരമൊക്കെ അവിടെ ഉണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിൽ, സാമ്പിൾ കയ്യിൽ വെച്ചോ, ഇല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ ചിത്രമെങ്കിലും കയ്യിൽ വെച്ചോ. ഇതാണ് നിങ്ങൾ ആവശ്യം, ഇത് ഇങ്ങോട്ട് എത്തിക്കലാണ്, ഇവിടെ പ്രൈസ് എത്ര, നാട്ടിൽ തന്നെ പഠിക്കണം നിങ്ങൾ, ഇവിടെ എന്താ വില, ആരത് ചെയ്യുന്നത്, ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് പോയാൽ പെട്ടെന്ന് നിങ്ങളുടെ കാര്യം നേടാൻ പറ്റും. ഒരു ലക്ഷ്യമില്ലാതെ പോയാൽ വെറുതെ പോയി വരുന്ന പോലെയാണ്. അതുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ച് ഇവിടുന്ന് പോവുക. അതല്ല നിങ്ങൾ ഫർദർ ഒരു പുതിയ ആശയം ഡെവലപ്പ് ചെയ്യാനോ പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് പഠിക്കാനാണെങ്കിൽ ഓക്കെ, എന്തും നമുക്ക് പഠിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ പഠിക്കാൻ. ഈ 2 ലക്ഷ്യം വെച്ചായിരിക്കണം പോകുന്നത്. പിന്നെ ഒരു ബിസിനസ് മാത്രമല്ല, കുറച്ച് എൻ്റർടൈൻമെൻറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ രസകരമായ കുറച്ച് യാത്രകളൊക്കെ ഞാൻ ഡീറ്റെയിൽ അതിൻ്റെ ഒരു ഐറ്റിനറി എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞുതരാം, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ യാത്ര ചെയ്യാന്ന് പറയുന്നത് സത്യത്തിൽ ഒരു 10 ദിവസത്തെ 8 ദിവസത്തെ യാത്ര ഒരു 10 കൊല്ലം ഒരു കോളേജിൽ പോകുന്നതിനേക്കാളും വാല്യൂ ആയിരിക്കും. കാരണം പല ആളുകളും അങ്ങനെയാണ്. കഴിഞ്ഞ ഓരോ പ്രോഗ്രാമിലും തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ ആ യാത്രയുടെ അവസാനം ചോദിച്ചു അവരോട്, MBA കഴിഞ്ഞ, BBA കഴിഞ്ഞു, പിന്നെ MBA കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ, PG കഴിഞ്ഞ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, മക്കളെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? വളരെ പെട്ടെന്ന് അവർ ഉത്തരം പറഞ്ഞത്, സാറേ 5 വർഷക്കാലം കോളേജിൽ പോയി പഠിച്ചത് എന്താണെന്ന് ഈ 7 ദിവസം കൊണ്ടാണ് മനസ്സിലായത്. അന്ന് 7 ദിവസമായിരുന്നു, 6 ദിവസമാണ് ഞാൻ ആ പാക്കേജൊക്കെ കൊടുത്തത്. ഇപ്പോൾ 6 കൊണ്ടല്ല, കാരണം അത് തീരുന്നില്ല, കുറച്ചും കൂടി വിപുലമായിക്കോട്ടെ എന്നുള്ളവർക്ക്. കാരണം ബിസിനസ്സും കുറച്ച് എൻ്റർടൈൻമെൻറ്റും അതിൽ കൂട്ടി, അതുകൊണ്ടാണ് 9 ദിവസമാക്കിയത്. അപ്പോൾ ഈ ഒരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. 10 കൊല്ലം 5 കൊല്ലം പോയി പഠിച്ചത് ഈ ഒരൊറ്റ 7-6 ദിവസം കൊണ്ടാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഈ ഒരു യാത്ര കൊണ്ട് സാധിക്കും. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരിക്കും. അവിടുത്തെ ഓരോ ഐഡിയയും ഓരോ സമയം മാറുന്നത്. ചൈനയെ കണ്ട്, സത്യത്തിൽ ചൈനയെ കണ്ട് പഠിക്കണം. നിങ്ങൾ എന്ത് ചൈനനെ കുറ്റം പറഞ്ഞാലും ചൈനനെ കണ്ട് പഠിക്കണം. ഓക്കെ. പിന്നെ ഇനി നിങ്ങൾ സ്വകാര്യമായ, ഇനി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്കിതൊക്കെ സഹായിക്കുക, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ മൊബൈൽ മേഖലയിലാണ്, സ്മാർട്ട് ഫോൺ മേഖലയിലാണ്. ആ സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട് വേണോ, ഞാൻ CCTV, സോളാർ, ഇൻവെർട്ടർ, അത് ഇത്, ലിഥിയം ബാറ്ററി, അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് മേഖലയിലും വേണ്ടില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. കാരണം അങ്ങനെ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്ത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെയും എൻ്റെ അടുത്ത് വരും, എൻ്റെ സ്ഥാപനത്തിൽ വരും, എന്നോട് ചോദിക്കും എനിക്കൊരു ഡാഷ് ഇങ്ങനെ വേണം. അപ്പോൾ എനിക്കതിൽ ബെനിഫിറ്റ് കിട്ടും, എനിക്ക് ഉറപ്പാണ്. ചൈനയിൽ നിന്നൊരു സാധനം കൊണ്ടുവരാൻ നിങ്ങൾ എന്നെ ഏൽപ്പിക്കും, ഞങ്ങളെ ഏൽപ്പിക്കും, അപ്പോഴും എനിക്കതിന് ലാഭം കിട്ടും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ബിസിനസ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ഫാക്ടറികൾ, ആ കമ്പനീനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ തയ്യാറാണ്. അതിലൊന്നും ഒരു സീക്രട്ടും ഇല്ല. എത്രയോ കമ്പനികൾ അവിടെ വേറെ ഉണ്ട്. സോ അതും ആയി. ഇനി ഇതിൻ്റെ ഐറ്റിനറി ഒന്ന് വായിക്കുകയാണ്. അതിൻ്റെ ഐറ്റിനറികൾ ഡേ 1 റൂമിൽ ചെക്ക് ചെയ്യാണ്ട് റെസ്റ്റോറൻറ്റ് പോയി. ഇൻ്റർനാഷണൽ ഫർണിച്ചർ മാർക്കറ്റിൽ നമ്മൾ പോകും. വല്ലാത്തൊരു ലോകമാണ് ഫർണിച്ചർ മാർക്കറ്റ്. അപ്പോൾ ഇനി അത് ഫർണിച്ചർ ബിസിനസ് അല്ലെങ്കിലും നിങ്ങളതൊന്ന് കാണണം. നിങ്ങളുടെ മനസ്സിലുള്ള ഫർണിച്ചർ മാർക്കറ്റൊന്നും അല്ല ഇത് കേട്ടോ. ഇതൊരു ലോകമാണ്. ഒരു വീടുണ്ടാക്കുന്നതിന് മുൻപ് ആ വീട്ടിനുള്ളിലേക്ക് വേണ്ട ഫർണിച്ചർ എന്താണെന്ന് വരച്ച് ഡിസൈൻ ചെയ്ത് നമ്മളെ വീടിൻ്റെ മാപ്പാണ് കൊടുത്താൽ അതിനുള്ളിലെ ഇൻറ്റീരിയർ മുതൽ അലമാറ മുതൽ എല്ലാം അവർ വരച്ച് ഡിസൈൻ ചെയ്ത് അത് ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിലാക്കി ഇങ്ങനെ അങ്ങോട്ട് കൊച്ചിയിലേക്ക് എത്തിച്ച് അതെടുത്ത് നെട്ടും ബോൾട്ടും
ഇടുന്ന കാറ്റലോഗ് വരെ ഇതിനകത്തുണ്ടാവും. അതാണ് നെട്ടും ബോൾട്ട് ഇട്ടാൽ മതി. കുടിയിരിക്കലിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ, ഒരു അരമാസം മുന്നേ ആ സാധനം ഇവിടെ എത്തി നെട്ടും ബോൾട്ട് ഇടുക. അത്രമാത്രം ഫർണിച്ചർ മേഖലയിൽ അവർ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഫർണിച്ചർ എത്തിയിട്ടുണ്ട്. ടേബിളൊക്കെ, വയർലെസ് ചാർജർ, സ്പീക്കറൊക്കെ, ടേബിളിൽ ഡൈനിങ് ടേബിളൊക്കെ, സംസാരിക്കുന്ന ഡൈനിങ് ടേബിൾ, ക്ലോക്ക്, ടച്ച്, ഗ്ലാസ്സിലൊക്കെ അടിപൊളി ടെക്നോളജിയാണ് അതൊക്കെ. അപ്പോൾ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഫർണിച്ചർ മാർക്കറ്റ് മിസ്സാവരുത്. ദെൻ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അത് കാണണ്ടാണ്. ഇവിടെ എത്രയോ ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട്. ആരെ കോപ്പിയാണ്? ചൈനയിൽ നിന്ന് കോപ്പി ചെയ്താണ്. ഈ ഒരു ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ, ആ പാർക്കൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കൊണ്ടുവരണം. ഒരു പുതുമയാർന്ന ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്. അത് വളരെ ഇന്നോവേറ്റീവാണ്. അപ്പോൾ അത് കാണൽ മാത്രമല്ല, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ബുള്ളറ്റ് ട്രെയിനും, എന്തായാലും ബുള്ളറ്റ് ട്രെയിൻ കാരണം നമ്മൾ ഈ കോഞ്ചു എന്ന പട്ടണത്തിൽ 200 കിലോമീറ്റർ അപ്പുറമുള്ള ഷെൻജൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിലാണ്. ആ ബുള്ളറ്റ് ട്രെയിനിലൂടെ പോകുമ്പോൾ ആ കിട്ടുന്ന യാത്ര ഉണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ചിന്തിക്കും നമ്മുടെ നാട്ടിലേക്ക് എന്നാ ഇതൊക്കെ വരിക എന്നൊക്കെ. നാളെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ബിസിനസ് ചെയ്യാനല്ല, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. എന്നാൽ ഒരു ഷെൻജൻ ഇലക്ട്രോണിക് മാർക്കറ്റിലേക്ക് നമ്മൾ പോവാണ്. സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഷെൻജൻ പട്ടണം ചൈനയുടെ ഏറ്റവും ഹൃദയ ക്യാപിറ്റലാണെന്ന് പറയാം, ഇലക്ട്രോണിക്സ് ക്യാപിറ്റൽ. ആ മാർക്കറ്റിൽ പോകും. അതൊന്നും ഒരു ദിവസം കൊണ്ട് ഒന്നും ആവില്ല. എന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോകും. അവിടെ ഓവർസ്റ്റേ ചെയ്യേണ്ടവർക്ക് സൗകര്യം ചെയ്തു തരും. ഓക്കെ. പിന്നെ സ്മാർട്ട് വാച്ച്, ഇന്ത്യക്കാരൻ തുടങ്ങിയ ഒരു ഫാക്ടറി ഉണ്ട്, കാണേണ്ടതാണ്. ലോകത്തുള്ള സർവ്വ കമ്പനിക്കും നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ, മലയാളി. അദ്ദേഹത്തിൻ്റെ കമ്പനി ഒന്ന് കാണണ്ടേ? പെർമിറ്റ് കിട്ടിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നില്ല, അതിലേക്ക് ശ്രമിക്കും. ആ ഫാക്ടറിയുടെ ഉള്ളിലും അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ സെയിൽസും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും അവിടുന്ന് ഒരു ട്രെയിനിങ്ങും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു പ്രോഗ്രാം. പിന്നെ ക്യാൻഡൽ ഫയർ വിസിറ്റിംഗ് പറയേണ്ട ആവശ്യമില്ല. ആ ക്യാൻഡൽ ഫയർ വിസിറ്റ് കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഒരു ദിവസം ക്യാൻഡൽ ഫയർ കഴിഞ്ഞ്, ഒരു ദിവസം അല്ല കേട്ടോ, 3 ദിവസം ക്യാൻഡൽ ഫയർ ഉണ്ട്. ആ ക്യാൻഡൽ ഫയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു പീൾ റിവർ എന്ന് പറയുന്ന ആ റിവർ, കോഞ്ചൂൽ റിവറുണ്ട്. ആ റിവറിൽ പേള് റിവറിലൂടെ ഒരു ക്രൂയിസ് സഞ്ചാരമുണ്ട്. അതൊരു രസമാണ്. അത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം വാങ്ങിച്ച കുടിച്ചതിനകത്ത്, വെള്ളം കുടിക്കുമെന്ന് എനിക്കറിയില്ല, അവർ യാത്ര ഒരു വൈകുന്നേരം ലൈറ്റ് ഷോ ഒക്കെ ആയിട്ടുള്ള ഒരു യാത്ര വളരെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം പകരും. കാരണം ക്യാൻഡൽ ഫയറിലൊക്കെ പോയി ക്ഷീണിച്ച് മടുത്ത ഒരാൾക്ക് ഒരു റിലാക്സ് കിട്ടാൻ അത് ഗുണം ചെയ്യും. അങ്ങനെ അതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീണ്ടും 5 എത്തി ക്യാൻഡൽ ഫയറിൽ വീണ്ടും പോകുന്ന സ്ട്രീറ്റിലൂടെ ഒരു നടത്തുന്നുണ്ട് വൈകുന്നേരം. ഈ ക്യാൻഡൽ ഫയറിൽ രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് എക്സിറ്റ് അടിക്കുക. എന്നിട്ട് ബാലൻസ് കുറച്ച് സമയം നമ്മളൊരു എക്സ്പ്ലോറിംഗ് ആണ്, ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോറിംഗ് എന്ന് പറയും. വീണ്ടും ക്യാൻഡൽ ഫയറിലേക്ക് പോകും. പിന്നെ ബീജിംഗ് ലൂ എന്ന് പറയുന്ന വല്ലാത്തൊരു മാർക്കറ്റ്, ചൈനേൻ്റെ മുഴുവൻ സാധനങ്ങളും വെച്ച് ഒരു എക്സിബിഷനെ പോലെ ഒരു പെർമനൻറ്റ് എക്സിബിഷൻ. ഇനി ഒരു എക്സിബിഷൻ ഇല്ലെങ്കിലും പോകേണ്ടത് നിങ്ങൾ ബീജിംഗ് ലൂവിലേക്കാണ്. ബീജിംഗ് ലൂ എന്ന് പറഞ്ഞാൽ, ബീജിംഗ് എന്ന് പറയുന്നത് ബീജിംഗ് എന്ന് പറഞ്ഞ പട്ടണം, ലൂ പറഞ്ഞ റോഡ് എന്നാണ്. അപ്പോൾ ബീജിംഗ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അവിടെ ചൈനയിലാണ് കേട്ടോ. ബീജിംഗ് ലൂ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. എന്തും അവിടെ നിങ്ങൾക്ക് സാമ്പിൾ കളക്ട് ചെയ്യുക, ഒന്നും മേടിക്കുക, നാട്ടിൽ കൊണ്ടുപോകുക. ഒരു പക്ഷേ അതുപോലെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, എൻ്റെ അടുത്ത് തരി, ഞാനൊന്ന് ശ്രമിക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ പല ബിസിനസ്സും ചെയ്യുക ബീജിംഗ് ലൂവിൽ പോയിട്ടുണ്ടെങ്കിൽ. ദെൻ പിന്നെ ഒരു ദിവസം, ഒരു 7ാമത്തെ ദിവസം നമ്മൾ ഒരു സെൽഫായിട്ട് നിങ്ങൾ അങ്ങോട്ട് അയച്ചു വിടുകയാണ്. സ്വതന്ത്രമായി നിങ്ങളൊന്ന് യാത്ര ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും തരും, റൂമും അവിടെ ഉണ്ടാവും, രാത്രിയിലെ ഭക്ഷണം ഉണ്ടാവും. സ്വതന്ത്രമായി മെട്രോ ട്രെയിനിലൂടെ ഒക്കെ കയറി പിടിച്ച് ഒന്ന് സ്വന്തമായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഇനി ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് വരണം അവിടെ. അതിനുള്ള ഒരു ട്രെയിനിങ് ആണത്. അത് ഞങ്ങളാരും കൂടെ വരില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ സ്വീപ്പായാൽ നിങ്ങളെ സഹായിക്കാൻ ഫോണിൽ ആളുണ്ടാവും. അങ്ങനെ സ്വന്തമായി നിങ്ങളെ ചൈനയിലൂടെ യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ പറയുക, സെൽഫ് എക്സ്പ്ലോറിംഗ് ഡേ എന്നാണ് പറയുക. അന്ന് നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള സാധനം ഷോപ്പ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക ഒക്കെ ചെയ്യാം. അന്ന് ഡേ ആണത്. ഓക്കെ. പിന്നെ 8ാമത്തെ ഡേ മൊബൈൽ മാർക്കറ്റ്. ഉറപ്പല്ലേ, ഇലക്ട്രോണിക് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു ലോകം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മാർക്കറ്റിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. പല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഞങ്ങൾ ഗൈഡ് ചെയ്യും, സഹായിക്കും. അന്ന് ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ് അന്ന്. ആ വെള്ളിയാഴ്ച സമയം ജുമുഅൻ്റെ നേരത്ത് നമ്മൾ പോകുന്നത് ഇബ്നു വക്കാസ് പള്ളിയിലേക്കാണ്. ഏറ്റവും ചരിത്രപ്രധാനമായ 1500 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു വലിയ മസ്ജിദിലേക്ക് പോകും. മുസ്ലിങ്ങളൊക്കെ അതിലേക്ക് പോകും. ബാക്കിയുള്ളവർക്ക് വീണ്ടും അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നടക്കാം. അങ്ങനെ അതുമായി പിന്നെ പോകും നമ്മളൊരു ടോയ്സ് മാർക്കറ്റിലേക്ക് പോകും. ഒരുപാട് ടോയ്സ്, നമ്മളിന്ന് കാണുന്ന ടോയ്സേ അല്ല അവിടെ. ആ ടോയ്സിൻ്റെ ലോകം വേറെയാണ്.
ആ ഒരു ടോയ്സ് മാർക്കറ്റ് ആരും ആവശ്യമില്ലെങ്കിലും അവിടേക്ക് വരണം. കാരണം വ്യത്യസ്ത ഇനം ടോയ്സുകൾ ആ ടോയ്സ് മാർക്കറ്റിലേക്ക് ഒന്ന് പോകും. അതും കഴിഞ്ഞ് 9ാമത്തെ ദിവസം റൂം ചെക്കൗട്ടാണ്. അന്ന് ഒരു സ്വതന്ത്രമായി എല്ലാം പാക്കൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വിടുന്ന ദിവസമാണ്. ഇങ്ങനെ 9 ദിവസത്തെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റാണ്, പ്രോഗ്രാമാണ്, യാത്രയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യുക. നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറഞ്ഞ പൈസ കൊണ്ട് എന്ത് കിട്ടും, അത് കിട്ടും, ഏത് ടിക്കറ്റ് കിട്ടും. ഞങ്ങളെടുത്ത് ഏൽപ്പിക്കേണ്ടത് ചൈനയിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ചൈന പാക്കേജിന് വേണ്ടത് ഒരു ഇന്ത്യൻ്റെ ഒരു 10,000 റുപ്യ. ഇവിടെ വിസൻ്റെ പൈസ ഒരു ആവറേജ് ഒരു 10 റുപ്യാണ് ഒരു ചൈന വിസക്ക് ഇന്ത്യയിൽ. പിന്നെ ഒരു 1.25 അവിടുത്തെ പൈസ, റൂമും കാര്യങ്ങളും ഗൈഡൻസും ഫീസും എല്ലാം അടക്കം. 4 ആളുകളുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ പോണ ചിലവ് എല്ലാം അടക്കം. അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മെച്ചം കിട്ടുന്നില്ല. അപ്പുറം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് എന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടും, ഞാനൊരു കൺസൾട്ടൻസി നിങ്ങൾക്ക് തരാം. അതോടൊപ്പം ഈ ഒരു 1.35 1.25 10 റുപ്യ വിസൻ്റെ പൈസയും കൂട്ടി 1.35 1,35,000 റുപ്യ ഇൻക്ലൂഡിങ് എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടാ. ഇനി ഒന്നുമില്ല, പ്ലസ് ആ ടിക്കറ്റ് നിങ്ങൾ സ്വന്തമായി എടുക്കുക. ഇതാണ് ഈ ഡീറ്റെയിൽ. ഇങ്ങനെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു പാക്കേജിൽ ആദ്യം വരുന്ന 40 പേർക്ക് ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോ വ്ലോഗ് ഉണ്ടാക്കി ഞാൻ തന്നെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ ഉൽപ്പന്നം എൻ്റെ ചാനലിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലൂടെയോ ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്നതോടൊപ്പം അത് എൻ്റെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളെയും ആ വ്യക്തിനെയും എൻ്റെ കൂടെ നിർത്തി പൊതുജനങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങൾ ആ ഉൽപ്പന്നം, സേവനം, സർവീസ്, പ്രോഡക്റ്റ് എന്താവട്ടെ അത് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഒരു ദിവസം അത് കേരളത്തിലാണെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ മലബാറിൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ വണ്ടിയായിട്ട് വരാം. അല്ല തിരുവനന്തപുരം, കൊച്ചി, കാസർഗോഡൊക്കെ ആകുമ്പോൾ നിങ്ങളൊരു വണ്ടി അറേഞ്ച് ചെയ്യുകയോ അതിൻ്റെ വേണ്ട ഏർപ്പാട് ചെയ്യുകയോ ചെയ്യുക. ഇനി ഗൾഫിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു വിസ ടിക്കറ്റ് അയച്ചു തന്നാൽ ഞാൻ അവിടെ വരാം, അതൊക്കെ ചെയ്തു തരാം. വേറൊരു സർവീസ് ചാർജും നിങ്ങൾ നൽകേണ്ടതില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് ഈ ഒരു കൺസൾട്ടൻസി. ഈ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ 40 പേർക്ക് ചെയ്തു തരും ഇൻഷാ അള്ളാ. ഇനി ബാക്കി വിശദ വിവരം നിങ്ങൾ എൻ്റെ മരുമകനാണ് ഇന്ത്യയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ഷമീം, അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുക. അദ്ദേഹത്തിൽ വിളിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു സ്ഥാപനമാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവർക്കാണ് നിങ്ങൾ ഫണ്ട് അയച്ചു കൊടുക്കേണ്ടത്. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞു തരും. വിശദ വിവരങ്ങളൊക്കെ അവരോട് ചോദിക്കാം. ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ യാത്രയിൽ ഒരുമിച്ച് കൂടാം എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്. ഈ 1.35 എന്തൊക്കെ ഉണ്ടാവുന്നത് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി പറയാണ്. പിന്നെ 1.35 വിസ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു 10,000 റുപ്യ വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് തരും. നിങ്ങൾ ഗൾഫിൽ നിന്നാണ് വിസ എടുക്കുന്നതെങ്കിൽ ആ 10,000 കട്ട് ചെയ്ത് തരും. 1.35 10 പോകും. പിന്നെ എന്തായാലും ടൂർ മാനേജർ തന്നെ ഉണ്ട്. ഒരു ടൂർ മാനേജർ എന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ട്. അദ്ദേഹമായിരിക്കും ബാക്കി ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ടൂർ ഗൈഡായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ തന്നെ 2 ആളായി. കൂടെ എൻ്റെ മോനുണ്ട് 3 ആയി, അറിയാലോ. പിന്നെ അവിടുത്തെ ഒരു ഒഫീഷ്യൽ ഗൈഡ് വേറെ ഉണ്ട്, 4 പേര്. ഇതെല്ലാവരും കൂടി ഒരു ബസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ ഒരു ടാക്സി വേറെ വിളിക്കേണ്ടി വരുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കാരണം 40+ വരുവേ. പിന്നെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ താമസം റെഡിയാക്കിയിട്ടുള്ളത്. അതിന് കാരണമുണ്ട്, ഹോട്ടൽ റൂമല്ല, ഒരു വീടിൻ്റെ ഫീൽ. കാരണം 9 ദിവസം താമസിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. പിന്നെ നമുക്കൊരു ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടാനോ ഭക്ഷണം വിളമ്പാനോ ഒന്നും പറ്റൂല. ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പന്നി, പട്ടി, പൂച്ചയൊക്കെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് വീടാണ്, അടിപൊളി വീടാണ്, കുഴപ്പമില്ലാത്ത വീട്ടിലാണ് നമ്മൾ താമസം. അപ്പാർട്ട്മെൻറ്റ് എല്ലാ സൗകര്യങ്ങളും ഉള്ള അപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ ഒരു റിലാക്സ് കിട്ടും. അതുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ഇത് ഹോട്ടലിനേക്കാളും ചിലവ് കൂടുതലാണ് അപ്പാർട്ട്മെൻറ്റ്. ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ടൂർ മാനേജർ ചൈനയിൽ നിന്നുണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഇതിൽ പെട്ടു. എൻട്രി ടിക്കറ്റ് ഇതിൽപ്പെട്ട് ആ ക്രൂയിസിലേക്കുള്ള, പിന്നെ അതേപോലെ ബുള്ളറ്റ് ട്രെയിൻ ടിക്കറ്റ്, ഒരു വൈകുന്നേരം ഒരു ക്രൂയിസ് പറഞ്ഞു അല്ലേ, പേൾ ക്രൂയിസ് അതിലേക്കുള്ളത് എൻട്രി ടിക്കറ്റ്, ബുള്ളറ്റ് ട്രെയിന് പ്ലസ് മറ്റേ ഒരു ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാർക്കിലേക്ക് നമ്മൾ പോകും, അതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നത്. എല്ലാ എൻട്രി ടിക്കറ്റ് ഇതിൽ ഉൾപ്പെടുത്തി. ഇനി അതൊന്നും നിങ്ങൾ അവിടുന്ന് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെയാണ് ഞാൻ പാക്കേജ് നമുക്ക് ഒരുപാടുണ്ട്, കുറയ്ക്കുക, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നിട്ട് അത് ലാസ്റ്റ് ആയിരിക്കും പറയാം. നമ്മളൊക്കെ ഉള്ളതാണ് ഇതിൽ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിം കാർഡ് വേണ്ടേ? അത് നിങ്ങളൊരു സിം എടുത്തോ എന്ന് പറയാതെ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നേരത്തെ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു സിം കാർഡ് പോരുന്നവരെ നെറ്റ് യൂസ് ചെയ്യാനും കോൾ ചെയ്യാനുള്ള ഒരു സിം കാർഡ് അവിടെ ഉണ്ടാവും. പിന്നെ സ്വന്തമായി ഒരു ദിവസമെങ്കിലും നിങ്ങൾ സ്വന്തമായി യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 അതിൽ കൂടുതലായിരിക്കും. ചിലപ്പം ബസ് പോകാത്തയിടമൊക്കെ ഉണ്ടാകും. അവിടേക്കൊക്കെ ഒരു മെട്രോ കാർഡ് നിങ്ങൾക്ക് എടുത്തു തരും.
ഒരു മെട്രോ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ചും ചെയ്യാം. അപ്പോൾ മെട്രോ കാർഡും ഇതിൽ ഉൾപ്പെട്ടു. അപ്പോൾ സിം കാർഡ് വന്നു, മെട്രോ കാർഡ് വന്നു, എൻട്രി ടിക്കറ്റ് വന്നു, സൈറ്റ് സീയിങ്ങിന് വന്നു, ബിസിനസ് ട്രെയിനിങ് ഉൾപ്പെട്ട് എൻ്റെ ഓഫർ, പിന്നെ ഇന്ത്യയിൽ ഇമ്പോർട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള ഗൈഡും കിട്ടും. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഈ 1.35. കൺഫ്യൂഷൻ ആവരുത്. ഇതിലും കുറഞ്ഞ ചെയ്യുന്ന ഒരുപാട് ഏജൻസി ഉണ്ടാവും, ഇതിലും കൂടി ചെയ്യുന്നവരുണ്ടാവും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം നമ്മൾ ഇവർക്കൊക്കെ കൂലി കൊടുക്കണോ അങ്ങനെ ഉണ്ടാക്കിയൊരു പാക്കേജാണ്. ദാറ്റ്സ് ഓൾ. ഇനി വിശദവിവരങ്ങൾ നിങ്ങൾ ടൂർ ഗൈഡിനോട് ചോദിച്ചാൽ മതി.